സ്തുതി പറയാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് വിശുദ്ധ സ്നാപയോഹന്നാന്റെ ജനന തിരുനാൾ ആഘോഷിക്കുകയാണ്. തിരുസഭയിൽ 3 പേരുടെ ജന്മദിനമാണ് ആഘോഷിക്കപ്പെടുന്നത്. യേശുവിൻ്റെയും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും സ്നാപക യോഹന്നാൻ്റെയും. പരിശുദ്ധ കന്യകാമറിയത്തിന് മംഗളവാർത്ത ലഭിക്കുന്നതിന് മുമ്പ് സ്നാപയോഹന്നാന്റെ ജനനത്തെക്കുറിച്ചാണ് ആദ്യം മംഗളവാർത്തയുണ്ടാകുന്നത്. സ്നാപയോഹന്നാൻ പലർക്കും സന്തോഷത്തിന് കാരണമായി എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പരിശുദ്ധ കന്യകാമറിയം എലിസബത്തിനെ സന്ദർശിച്ചപ്പോൾ ഉദരത്തിലായിരുന്ന ശിശു ആനന്ദത്താൽ കുതിച്ചു ചാടുകയും ആ ആനന്ദം സ്നാപയോഹന്നാന്റെ കുടുംബത്തിലും സമൂഹത്തിലും എല്ലായിടത്തും വ്യാപിച്ചതായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കും. സ്നാപയോഹന്നാൻ ജനിച്ചപ്പോൾ ബന്ധുക്കളും അയൽക്കാരുമൊക്കെ ആ കുടുംബത്തിൻ്റെ സന്തോഷത്തിൽ പങ്കുചേർന്നുവെന്ന് വചനം പറയുന്നുണ്ട്. കാരണം കർത്താവ് അവളുടെ മേൽ, എലിസബത്തിൻ്റെ മേൽ കാരുണ്യം കാണിച്ചു. ആ ശിശു ജനിച്ചപ്പോൾ അവരെല്ലാവരും സന്തോഷിച്ചു, ആനന്ദിച്ചു. അതുപോലെ പ്രിയപ്പെട്ടവരെ, സ്നാപയോഹന്നാൻ ഒരു പ്രദേശത്തിന് മുഴുവൻ ആനന്ദത്തിന് കാരണമായി. അനേകം വ്യക്തികളെ മാനസാന്തരപ്പെടുത്തിയിട്ട് ക്രിസ്തുവിൻ്റെ മാർഗം കാണിച്ചു കൊടുത്തു, സത്യത്തിൻ്റെ പാത തെളിച്ചു കൊടുത്തു. അങ്ങനെ ഒരു പ്രദേശത്തിന് മുഴുവൻ അവൻ ആനന്ദത്തിന് കാരണമായി. പിന്നീട് യേശുവിനെ തൻ്റെ ശിഷ്യന്മാർക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്തുകൊണ്ട് ശിഷ്യന്മാർക്കും അവൻ ആനന്ദത്തിന് കാരണമായി തീരുകയാണ്. സ്നാപയോഹന്നാന്റെ ദൗത്യം കർത്താവിന് വേണ്ടി വഴിയൊരുക്കുക എന്നുള്ളതായിരുന്നു. നമുക്കറിയാം, നമ്മുടെ എല്ലാം ജീവിതത്തിന് നമ്മുടെ ജനനത്തിനൊക്കെ ഓരോ അർത്ഥങ്ങളുണ്ട്. ഓരോ ദൈവിക പദ്ധതികൾ നമ്മളിലൂടെ പൂർത്തിയാക്കപ്പെടേണ്ടതുണ്ട്. സ്നാപയോഹന്നാന്റെ ദൗത്യം കർത്താവിന് വഴിയൊരുക്കുക എന്നുള്ളതായിരുന്നു. സ്നാപയോഹന്നാൻ വഴിയൊരുക്കുക മാത്രമല്ല, ആ വഴിയിലൂടെ സഞ്ചരിച്ചവനുമായിരുന്നു. അങ്ങനെ ആ വഴിയിൽ, ക്രിസ്തുവിൻ്റെ വഴിയിൽ സഞ്ചരിക്കുവാനായിട്ട്, സത്യത്തിൻ്റെയും നീതിയുടെയും വഴിയിൽ സഞ്ചരിക്കുവാനായിട്ട് വിസമ്മതിച്ച വ്യക്തികളായിരുന്നു ഹെറോദേസും അവൻ്റെ ഭാര്യ ഹെറോദിയായും. അവർക്ക് മാത്രമാണ് സ്നാപയോഹന്നാനിൽ ആനന്ദം കണ്ടെത്തുവാനായിട്ട് സാധിക്കാതെ പോയത്. വചനം പറയുന്നു, അവനെ കാരാഗ്രഹത്തിൽ അടച്ചപ്പോൾ അവൻ്റെ തിന്മ ഒന്നുകൂടി കൂടിയെന്ന്. പ്രിയപ്പെട്ടവരെ, നമുക്കും സ്നാപയോഹന്നാന്റെ ജനനത്തിൽ, സ്നാപയോഹന്നാന് നമുക്ക് ലഭിച്ചതിൽ സന്തോഷിക്കാം, ആനന്ദിക്കാം. നമ്മുടെയും ആനന്ദത്തിന് സ്നാപയോഹന്നാൻ കാരണമാകട്ടെ. സത്യത്തിൽ, നീതിയിൽ, സമാധാനത്തിൽ ക്രിസ്തുവിൻ്റെ വഴിയിലൂടെ ജീവിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമുക്കും ഈ ആനന്ദത്തിൽ പങ്കുചേരുവാനായിട്ട് സാധിക്കുന്നത്. ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം, കർത്താവേ, അങ്ങയുടെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുവാനായിട്ട് ഞങ്ങളെ അനുവദിക്കരുതേ. സ്നാപയോഹന്നാൻ ഒരുക്കിയ വഴിയിലൂടെ, സത്യത്തിൻ്റെ വഴിയിലൂടെ, നീതിയുടെ വഴിയിലൂടെ, നന്മയുടെ വഴിയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ആ സന്തോഷം പൂർണ്ണമാക്കുവാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഈ ദിവ്യബലിയിൽ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ സന്തോഷത്തിന് ഭംഗം വരുത്തുന്ന എല്ലാ തിന്മകളെയും നമുക്ക് വിട്ടുപേക്ഷിക്കാം. പൂർണ്ണമായി പശ്ചാത്തപിച്ചുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന് ചൊല്ലാം.